ഇപ്പൊ എന്നെ ടീച്ചർ ഇവിടെ വെച്ച് അടിക്കോ ഉപദ്രവിക്കോ മാനസികമായി വിഷമിക്കുകയോ ചെയ്യണം. അപ്പൊ അതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. അത് എന്റെ കർമ്മഫലം കൊണ്ടാണ് ഞാൻ ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ്. അപ്പൊ ഇതിൽ നിന്നും ഒരു കർമ്മ ഉണ്ടാവുന്നില്ല ടീച്ചറിന്. എനിക്കും ഉണ്ടാവും. കാരണം ഒരു കുറ്റബോധം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മയായിട്ട് വരും. അപ്പോൾ ഒരു വ്യക്തി പലപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ ചെയ്ത കാര്യത്തെ പറ്റി പിന്നെ പിന്തിരിഞ്ഞ് നോക്കരുതെന്ന് പറയും. ഇതെല്ലാം നമ്മുടെ ചിന്തകൾ മാത്രമല്ലേ? ഇപ്പം ദുര്യോധനൻ തന്നെ നമ്മുടെ ധർമ്മപുത്രനേക്കാളും മുമ്പേ സ്വർഗത്തിൽ എന്നതിൻ്റെ കാരണം എന്താണ്? ദുര്യോധനന് കുറ്റബോധമില്ലായിരുന്നു. അല്ല, അപ്പോൾ ഞാൻ സംശയിച്ചോട്ടെ, ഈ നല്ലതും മോശം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ മാത്രമല്ലേ? അത് എന്റെ ശരികളായിരിക്കത്തില്ലല്ലോ ടീച്ചറുടെ ശരികൾ. കറക്റ്റാണ് രാഹുൽ. അതെങ്ങനെയാണ്? അതെന്ന് വെച്ചാൽ അതൊരു കർമ്മ സിദ്ധാന്തമാണ്. അതായത് നമ്മൾ ചിലപ്പോൾ ഒരാളിനെ അറിയാതെ വേദനിപ്പിക്കും. ആ വ്യക്തിക്ക് ആ വേദന കിട്ടാൻ അർഹതയുള്ളവരായിരിക്കും. കാരണം അവരുടെ കർമ്മത്തിൽ അവരത് അനുഭവിക്കേണ്ടവരാണ്. അപ്പോൾ ചിലർ പറയത്തില്ലേ, നമ്മൾ മക്കൾ നല്ല രീതിയിൽ ജീവിച്ചു, പക്ഷേ അച്ഛനമ്മമാരുടെ കാലത്ത് അതൊന്നും അനുഭവിക്കാൻ യോഗം ഉണ്ടായില്ല എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആ യോഗം ഇല്ലാതാകുന്ന എന്തുകൊണ്ടാണ്? അവർക്ക് അത് അനുഭവിക്കാനേ പറ്റുന്നുള്ളൂ. പക്ഷേ അവരുടെ മക്കൾ രാജകീയമായ പ്രൗഢിയോടെ ജീവിക്കുക എന്നുള്ളതായിരിക്കും നിയോഗം. അപ്പോൾ ഓരോ ആത്മാക്കൾക്കും അത് അനുഭവിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ നല്ല വ്യക്തികളാണെങ്കിലും, ഇപ്പോൾ രാഹുൽ നല്ലൊരു വ്യക്തിയാണെങ്കിലും ചിലപ്പോൾ എന്നെ വേദനിപ്പിച്ചെന്നിരിക്കും. ആ വേദനിപ്പിക്കുന്ന ആ വേദന സ്വീകരിക്കാൻ എനിക്ക് അവിടെ അർഹതയുണ്ട്. ടീച്ചറിന്റെ കർമ്മയാണോ? അതെൻ്റെ കർമ്മയാണ്, എൻ്റെ കർമ്മയാണ്. പക്ഷേ ഇപ്പൊ എന്നെ ടീച്ചർ ഇവിടെ വെച്ച് അടിക്കോ ഉപദ്രവിക്കോ മാനസികമായി വിഷമിക്കുകയോ ചെയ്യണം. അപ്പൊ അതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. അത് എന്റെ കർമ്മഫലം കൊണ്ടാണ് ഞാൻ ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ്. അപ്പൊ ഇതിൽ നിന്നും ഒരു കർമ്മ ഉണ്ടാവുന്നില്ല ടീച്ചറിന്? എനിക്കും ഉണ്ടാവും എന്ന് വെച്ചാൽ, പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു കർമ്മത്തിന്റെ കണക്കെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് വെച്ചപ്പോ ഇതെന്റെ പൂർവ്വ കർമ്മമാണ്. ഈ അടി കിട്ടാനും ഈ മാനസികമായിട്ട് വിഷമിക്കാനുള്ള എന്റെ പൂർവ്വകർമ്മമാണ്. പക്ഷെ അതേ കാര്യം തന്നെ ടീച്ചർ ആ ഒരു കർമ്മ ചെയ്യുന്നത് ടീച്ചറാണല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ടീച്ചർക്ക് അത് തിരിച്ചു വരുന്നത്? എനിക്ക് തിരിച്ചു വരും. എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോലിരിക്കും. അതായത് ഇപ്പൊ രാഹുലിനെ ഞാൻ വേദനിപ്പിച്ചിട്ട് എനിക്ക് ആ കർമ്മ അനുഭവിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ ഇടപാട് ഇവിടെ തീർന്നു എന്ന് രാഹുലിന് തോന്നണം. രാഹുലിനൊരു കർമ്മ ഉണ്ടായിരുന്നു. അപ്പം ടീച്ചറെ എന്നോട് പറയുകയാണ്, ടീച്ചറെ എൻ്റെ പാസ്റ്റ് ലൈഫിലെ കർമ്മയാണ് ടീച്ചർ ഇപ്പോൾ എന്നെ വേദനിപ്പിക്കാൻ ഇടയായത്. ഞാൻ ടീച്ചറിനോട് ഫൊർഗീവ് ചെയ്യുകയാണ്. ഞാൻ പിന്നെ എന്തെങ്കിലും ടീച്ചറിനോട് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയുകയാണ്. എനിക്ക് എൻ്റെ ഈ കടം വീട്ടിയതിന് ടീച്ചറിനോട് താങ്ക് യു പറയുന്നു. അത് ടീച്ചറിനോട് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴേ അവിടെ രാഹുലിൻ്റെ കടം തീർന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ കുറ്റബോധം ഉണ്ടെങ്കിൽ ഞാൻ കർമ്മ അനുഭവിക്കും. തീർച്ചയായിട്ടും അനുഭവിക്കും. കാരണം അവിടെ കുറ്റബോധം പാടില്ല. ഇത് രാഹുലിൻ്റെ കർമ്മയാണ്, അതാണ് ഞാൻ കൊടുത്തത് എന്നുള്ള ബോധം എനിക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ കർമ്മ അനുഭവിക്കേണ്ടി വരും. കാരണം ഒരു കുറ്റബോധം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മയായിട്ട് വരും. അപ്പോൾ ഒരു വ്യക്തി പലപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ ചെയ്ത കാര്യത്തെ പറ്റി പിന്നെ പിന്തിരിഞ്ഞ് നോക്കരുതെന്ന് പറയും. ഇതെല്ലാം നമ്മുടെ ചിന്തകൾ മാത്രമല്ലേ? ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് കർമ്മ അനുഭവിക്കും. ഈ കുറ്റബോധത്തിൽ നിന്ന് തന്നെ നമ്മൾ നീറി നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ബ്ലോക്ക് വരും. അല്ല, ഈ കുറ്റബോധം ഉണ്ടാകുന്നത് നമ്മുടെ ചിന്തയല്ലേ? ഇപ്പം എൻ്റെ ചിന്തയല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. ആ ചിന്തകളാണ്, അത് സത്യമാണ് രാഹുൽ പറഞ്ഞത്, ചിന്തകളാണ്. പക്ഷേ ചിന്തയിൽ നിന്ന് നമുക്ക് കർമ്മ അനുഭവിക്കാം. ഈ സ്റ്റേജിൽ നിന്നും അപ്പുറത്തേക്ക് കടക്കുന്ന ഒരാൾ, ഇങ്ങനെയുള്ള ഈ ഒരു രീതിയിൽ നിന്നും അപ്പുറത്തേക്ക് കടക്കുന്ന ഒരാൾക്ക് പിന്നീട് ഒരു കുറ്റബോധം ഉണ്ടാകില്ലല്ലോ. അതെ, ആ ഘട്ടത്തിന് അപ്പുറത്ത് കിടക്കുന്നവർക്കില്ല. കാരണം ശ്രീരാമകൃഷ്ണ പരമഹംസനാണോ ഏതോ ഒരു വലിയ ശ്രേഷ്ഠനായ ഒരു ഗുരുവാണ് ഇങ്ങനെ തൻ്റെ ശിഷ്യൻ്റെ നെഞ്ചത്ത് നോക്കി തൊഴിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതോടുകൂടി മറ്റേടെ കർമ്മ തീർന്നു. പക്ഷേ ഈ ഗുരു, അയ്യോ നിൻ്റെ നെഞ്ചത്ത് ഞാൻ ചവിട്ടിയല്ലോ എന്നും പറഞ്ഞ് ദുഃഖിച്ചാലോ, ഇത് നിൻ്റെ കർമ്മ തീർക്കാൻ ഞാൻ ചെയ്തതാണെന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ടുപേർക്കും കർമ്മയുണ്ടോ? ഇല്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അത്രയും ഉന്നതമായി നമ്മൾ ചിന്തിക്കണം. ഇപ്പം ദുര്യോധനൻ തന്നെ നമ്മുടെ ധർമ്മപുത്രനേക്കാളും മുമ്പേ സ്വർഗത്തിൽ എന്നതിൻ്റെ കാരണം എന്താണ്? ദുര്യോധനന് കുറ്റബോധമില്ലായിരുന്നു. അപ്പോഴും നമ്മൾ ചെയ്യുന്നത് അവർക്ക് അതിനകത്ത് തെറ്റെന്ന് തോന്നിക്കുന്നില്ല. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് അവിടെ കുറ്റബോധം, നമ്മുടെ മാനസികമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ആകുലത അല്ലെങ്കിൽ വ്യാകുലത ഒക്കെ തന്നെ നമ്മുടെ കർമ്മമാണ്. അതല്ലേ യൂണിവേഴ്സൽ പവർ അത് അട്രാക്റ്റ് ചെയ്ത് നമുക്ക് തരുമെന്ന് പറയുന്നത്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിലും പറയുന്ന തിയറി അത് തന്നെയാണ്.
കാരണം നമ്മൾ എന്താണോ നമ്മളിലേക്ക് ആകർഷിക്കുന്നത് അതേ നമുക്ക് വരുത്തുള്ളൂ. അപ്പം നിരന്തരം അതുപോലുള്ള സാഹചര്യം നമുക്ക് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. യൂണിവേഴ്സ് തന്നെ തരുന്നതാണ്. കാരണം ഇതിൻ്റെ കർമ്മഫലമായിട്ടാണ് അത് വരുന്നത്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇപ്പം അച്ഛനമ്മമാർ അടിക്കുന്നത് അല്ലെങ്കിൽ ഗുരുക്കന്മാർ അടിക്കുന്നത്, ഇതിലൊന്നും അവർക്ക് തിരിച്ചൊരു കർമ്മം ഉണ്ടാകില്ല എന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതും ഈ ഒരു സിദ്ധാന്തം കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ അവരെ ശാസിക്കുന്നത്, അവരെ അടിക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അവരെ വേദനിക്കണമെന്ന് പറഞ്ഞല്ല, അവരൊരു തെറ്റ് കാണിക്കുന്നതുകൊണ്ടാണ്. ഇപ്പം കുഞ്ഞ് അറിയാതെ തീയിൽ പിടിക്കാനായിട്ട് പോവുകയാണ്, കുഞ്ഞിന് ബോധമില്ലത് ചൂടാണ് പൊള്ളുമെന്നുള്ളത്. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? കൈക്കൊരടി കൊടുക്കും. അവിടെ അത് കൊടുത്തില്ലായിരുന്നെങ്കിലോ കുഞ്ഞിൻ്റെ കൈ പൊള്ളി അതിനേക്കാൾ വേദനിക്കത്തില്ലേ കുഞ്ഞ്? ഇതൊരു ചെറിയ അടിയുടെ വേദനയെ അവിടെ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി, അവനെ അടിച്ചത് കൊണ്ട് അവനെ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായാൽ കുഴപ്പമില്ല. തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേടില്ലെന്ന് പറയും. അപ്പോൾ അത് തന്നെയാണിത്. നമ്മൾ ഗുരുക്കന്മാരുടെ ഗുരുമുഖത്ത് നിന്ന് ഒരു പിന്നെ വഴക്ക് അല്ലെങ്കിൽ അവരിൽ നിന്നൊരു ദേഷ്യമൊക്കെ നമ്മൾ കിട്ടുന്നത് നല്ലതെന്ന് പറയും, നമ്മുടെ പാപങ്ങൾ മാറാൻ. അവരുടെ ആ ഗുരുവിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ കർമ്മയാണ് അവിടെ മാറിപ്പോകുന്നത്. പ്രത്യേകിച്ച് ഉയർന്ന വ്യക്തികളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു വാക്കുകളും ഒക്കെ കിട്ടുന്നത് ഒരു വിധത്തിൽ നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. നമ്മുടെ കടം വീട്ടിക്കഴിഞ്ഞ് നമ്മുടെ ഒരു വിധത്തിലല്ല മറ്റൊരു വിധത്തിൽ നമ്മുടെ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളാണ് നമ്മളിവിടെ കടങ്ങളായിട്ട് നമ്മൾ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് വീട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ചക്രയിൽ ജനിക്കുന്നത് പോലെ തന്നെ മരണത്തിലും മരിച്ചതിന് ശേഷം പോകുമ്പം ആ പിന്നെ ആത്മാവിനും അവിടെ ഉയർന്ന രീതിയിലുള്ള ജന്മം എടുക്കാനുള്ള ഒരു കാര്യം നമുക്ക് മരണത്തിലറിയാം. മരണത്തിലാണ് ഭാഗ്യം എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് മറ്റൊരു ലെവലിലേക്ക് കടക്കുമ്പോൾ ഇതില്ല, ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഇല്ല. പക്ഷേ ഈ കർമ്മ നിലനിൽക്കുന്ന ആ ഒരു സ്റ്റേജ് എപ്പോഴാണ്? അതാണ് നമ്മുടെ ജന്മത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഈ കർമ്മ വളർത്തിക്കൊണ്ട് വരുന്നത്. കാരണം ഉന്നതരായിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ നമ്മളെ സ്ഥിതബുദ്ധിയായിരിക്കും, സമചിത്തത ഉണ്ടായിരിക്കും. അവർ ഈ മാനം വന്നാലും അപമാനം വന്നാലും ആ ദ്വന്ദ്ത്തിലാണ് അവരുടെ ആ ഒരു സമചിത്തത ഉണ്ടായിരിക്കും ഏത് ദ്വന്ദ്ത്തിലും. അതായത് നമുക്ക് ദുഃഖം വന്നാലും സുഖം വന്നാലും, ശ്രീബുദ്ധനെ കുറിച്ച് ഉദാഹരിക്കുന്ന നമ്മളൊരു കഥ കേട്ടിട്ടില്ലേ? കാരണം ശ്രീബുദ്ധനെ ആരോ ഒരുപാട് അസഭ്യ വാക്കുകൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ശ്രീബുദ്ധൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മൂന്നാമത് നിൽക്കുന്ന ഒരാൾ കാണുകയാണ്, ഇതെന്താണ് ഈ ശ്രീബുദ്ധനെ ഒന്നും മിണ്ടാതെ, ചെവിക്ക് വല്ല കേൾവിക്കുറവുണ്ടോ എന്ന് അദ്ദേഹം പോയതിന് ശേഷം ചോദിച്ചു. അപ്പം ശ്രീബുദ്ധൻ പറഞ്ഞ വാചകം എന്ന് പറയുന്നത്, അത് എനിക്കുള്ളതല്ല, ആ പറഞ്ഞതൊന്നും എനിക്കുള്ളതല്ല, എനിക്കുള്ളതല്ലാത്തത് കൊണ്ട് ഞാനതിനെ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനല്ല. ഇപ്പം രാഹുലിനെ ഞാൻ പലതും പറയുകയാണ്, അപ്പം രാഹുലിന് തോന്നുവാണ് ഞാനിതൊന്നും അല്ല. പിന്നെ രാഹുലിന് അവിടെ ഇമോഷണൽ ഹർട്ടാവേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിൽ അതുണ്ടെങ്കിലാണ് നമുക്ക് ഹർട്ട് ഫീലിംഗ് വരുന്നത്. അതെ, അതുകൊണ്ടായിരിക്കും നമ്മളിപ്പം മറ്റൊരു ഭാഷയിൽ ആരെങ്കിലും നമ്മളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അതെ, നമ്മൾ വെറുതെ ബ്ലാങ്ക് ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പം നമുക്ക് എപ്പോഴാണ് ഹർട്ട് ഫീലിംഗ് വരുന്നത്? നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടായിരിക്കുമ്പോഴാണ്. അപ്പോൾ വേറെ ഒരാൾ നമ്മളെ ഹർട്ട് ചെയ്തു എന്ന് നമുക്ക് തോന്നുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈഗോ ഹർട്ടായി എന്ന് പറയത്തില്ലേ? അപ്പോൾ അത് ഈഗോ ഉള്ളത് കൊണ്ടാണ് ഹർട്ടാവുന്നത്. ഈഗോ ഇല്ലാത്തൊരു വ്യക്തിക്കോ എന്തെല്ലാം പറഞ്ഞാൽ, എത്ര ഉന്നതരായിട്ടുള്ള വ്യക്തികളാണെങ്കിലും അവരെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും കൂളായിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളരെ യോഗി സമാനന്മാരായിട്ടുള്ളവരാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിന് ആ സ്ഥിതബുദ്ധിയുണ്ട്. മാനം വന്നാലും അപമാനം വന്നാലും ദുഃഖം വന്നാലും സുഖം വന്നാലും അവർക്ക് ഒരുപോലെയാണ്. അപ്പോൾ അവരാ ഉയർന്ന ലെവലിൽ എത്തിയിട്ടുള്ള ആത്മാക്കളാണ്. അല്ലാതെ ഉള്ളവർക്ക് കർമ്മഫലങ്ങൾ ഉണ്ടാവും. കാരണം അവർക്ക് ഹർട്ട് ഫീലിംഗ് ആണ് വരുന്നത്. അത് തന്നെ ഒരു കർമ്മയാണല്ലോ. എപ്പോഴും അവർക്ക് അവരുടെ ഈഗോയെ ഹർട്ടാക്കി, അല്ലെങ്കിൽ അവർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെയുള്ള പരാതിപ്പെടുന്നവരുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കാണ് ആളുകൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ നിസ്സാര കാര്യങ്ങൾക്ക് എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതും അവരുടെ കർമ്മയാണ്. എന്നാൽ ഇതിനെയെല്ലാം നമ്മൾ അവഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതും നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഉയർന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. ഉയർന്ന സോൾസിനെ അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കർമ്മ കഴിഞ്ഞ് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് പോകുന്ന ആത്മാക്കളായിരിക്കുമോ പിന്നീട് പുനർജനിക്കുമ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്ന രീതിയിലേക്ക്? അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ കുറേ ജന്മങ്ങൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവർക്ക് പിന്നെയും പൂർത്തീകരിക്കാനുണ്ട്.
പക്ഷേ ഇവിടെ വേറെയും ചില വസ്തുതകളുണ്ട്. കാരണം പൂർത്തീകരിച്ച് പോയ ആത്മാക്കളെയും ദൈവത്തിൻ്റെ ഇച്ഛയുണ്ടെങ്കിൽ വീണ്ടും ഭൂമിയിൽ ജന്മം എടുക്കാം. അതായത് മോക്ഷപ്രാപ്തി വന്നിട്ട് പോയ ആളുകൾ വീണ്ടും ജന്മം എടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് അതെന്ന് പറയുന്നത് ഈശ്വരൻ്റെ പർപ്പസാണ്. നമുക്ക് ചില ഈശ്വരൻ്റെ നമ്മുടെ യൂണിവേഴ്സൽ പർപ്പസ് ചില വ്യക്തികൾക്കുണ്ടാവും. അതായത് അവരുടെ നിയോഗപ്രകാരം നമ്മൾ ജനിക്കുക. അപ്പോൾ ഈ ഭൂമിയിൽ ചില കർത്തവ്യങ്ങൾ ചെയ്യാൻ കാണും. അവർക്കത് ഒരുപക്ഷെ ലാസ്റ്റ് ജന്മമായിരിക്കും. അവർക്ക് പോയാലും ശരി പിന്നെ ജനിക്കേണ്ടി വരിക എന്ന് പറയുമ്പോഴാണല്ലോ ലാസ്റ്റ് ജന്മം ആകുന്നത്. പിന്നീട് അവർ ആ ജന്മത്തോടു കൂടി ചിലപ്പോൾ പോകുമായിരിക്കും. അപ്പോൾ അത് സാധാരണ നമ്മൾ ടിൻ സോൾസിനെ കുറിച്ച് പറയാറുണ്ട്. അവരുടെ ലാസ്റ്റ് ജന്മങ്ങളിലാണ് അവരത് പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആകും. അതെ, ടിൻ ഫ്ലെയിം, ടിൻ സോൾ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് അത് ഗ്രീക്ക് മിത്തോളജി പ്രകാരമാണ് അതങ്ങനെ പറയുന്നത്. പക്ഷേ ആ ഒരു ആത്മാക്കളെ രണ്ടായിട്ട് വിഭജിച്ച് ദൈവം ഭൂമിയിലേക്ക് അയച്ചെന്താണെന്ന് വെച്ചാൽ അവർക്ക് രണ്ടുപേർക്കും രണ്ട് പ്രധാന ദൗത്യങ്ങൾ നിർവഹിക്കാൻ കാണും. അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്നതെന്നായിരിക്കും. അതുമല്ല അവർ ആത്മീയ ലെവലിലായിരിക്കും അവർക്ക് കണക്ഷൻ, അവരുടെ സോൾ ലെവലിലായിരിക്കും.